ഹലോ എവ്രിവൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് തോരനാണ്. ചിലരിതിനെ വാഴച്ചുണ്ട, വാഴപ്പൂ എന്നൊക്കെ പറയും. നമ്മളിവിടെ പറയുന്നത് വാഴക്കൂമ്പ് എന്നാണ്. അപ്പം അതൊരെണ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, ഇച്ചിരി മഞ്ഞളും ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. വൻപയറെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ പാത്രം അടുപ്പത്തോട്ട് വെക്കുന്നു, എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നു. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമ്മുടെ കടുകിട്ട് പൊട്ടിക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കൊച്ചുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നു. ഒരു തണ്ട് കരിയാപ്പിലയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പം കൂമ്പ് തോരൻ വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ വേവുന്ന സമയത്ത് അത് തന്നെ ധാരാളമായിരിക്കും അടിക്കൊക്കെ പിടിക്കാതിരിക്കാൻ. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ മഞ്ഞൾ, ഒരു പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട്. ജീരകം വേണ്ടവർക്ക് ഒരു ലേശം ജീരകം ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല. കാരണം ജീരകപ്പൊടിയാണ് സാധാരണ ചേർക്കാറുള്ളത്. അതുകൊണ്ടാണ് ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം ജീരകവും കൂടെ ചേർത്തിട്ട് ചതച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയും ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് വേവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുറന്ന് നോക്കുന്നു. ദാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനിയും വീണ്ടും അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ വേവിച്ച് വെച്ച പയറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഒത്തിരി കുഴഞ്ഞു പോകല്ല് പയറ് വേവിക്കുമ്പോൾ. ഇപ്പം നിങ്ങൾ കുക്കറിൽ എടുക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ കറക്റ്റ് പരുവത്തിൽ നമുക്ക് വൻപയർ കിട്ടും. എന്നിട്ട് ഇതാ വൻപയറിലും ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിട്ട ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊന്നും അടുക്കി പിടിക്കാതെ ആണ് നിങ്ങൾ ഇളക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് അടിയും കൂടെ കൂട്ടി ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം കൂടെ നമ്മളൊരു 5 മിനിറ്റ് കൂടെ നമ്മൾ അടച്ചു വെച്ച് ഇത് വേവിക്കണം. അങ്ങനെ നമ്മൾ വേവിച്ചതിന് ശേഷം വേണം പിന്നെ നമ്മൾ തുറക്കാൻ. അപ്പോൾ എന്താ ഞാനിവിടെ അടച്ചു വെച്ച് അത് വീണ്ടും വേവിക്കുകയാണ്. അത് ഒരു 5 മിനിറ്റ് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തുറന്ന് നോക്കി. ഇതാ വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾ തോരൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കി അത് അടുക്കി പിടിക്കുന്നുണ്ടോ നോക്കി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ചെയ്യാൻ. എന്നിട്ട് ഞാൻ എന്താ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യുകയാണ്. തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ കൂമ്പ് തോരൻ അല്ലെങ്കിൽ വാഴച്ചുണ്ട് തോരൻ റെഡിയാകും. ഭയങ്കര ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പറമ്പിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു.